1 ദിനവൃത്താന്തം അധ്യായം 5. റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെ ആയിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹസ്രോൻ, കർമ്മി. ജോയേലിൻ്റെ പുത്രന്മാർ തലമുറപ്രകാരം ഷമായ, ഗോഗ്, ഷിമൈ, മീഖ, റയായ, ബാൽ. ബേറായെ അസീറിയ രാജാവായ തിൽഗത് പിൽനസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി: ജയിയേൽ, സഖറിയ. ജോയേലിൻ്റെ പുത്രനായ ഷമായുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല. അരോവറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽബനോയും വരെ വ്യാപിച്ചിരുന്നു. ഗിലെയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികളുണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സൗൾ രാജാവിൻ്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലെയാദിൻ്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിൻ്റെ പുത്രന്മാർ റൂബന്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയേൽ, രണ്ടാമൻ ഷാഫാം. യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി: മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ, ഏബർ. ഇങ്ങനെ 7 പേർ. ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിൻ്റെ പുത്രന്മാരാണ്. ഹൂറി യറോവയുടെയും യറോവ ഗിലെയാദിൻ്റെയും, ഗിലെയാദ് മിഖായേലിൻ്റെയും, മിഖായേൽ യഷിഷായിയുടെയും, യഷിഷായി യഹ്ദോയുടെയും, യഹ്ദോ ബൂസിൻ്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകൻ ആഹി തൻ്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലും ബാഷാനിലും അതിൻ്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചിൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയമെടുക്കാനും വില്ലുകുലച്ച് എയ്യാനും കഴിവുള്ളവരുമായി 44,750 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യഥൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുകൾ, 2,000 കഴുതകൾ, ഇവയ്ക്കു പുറമെ 1,00,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽഹർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയേർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളും ആയിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും
അവിടുന്ന് തങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ, തിൽഗത് പിൽനേസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. Chapter 5. The sons of Reuben, the firstborn of Israel, he was indeed the firstborn, but because he disgraced the couch of his father, his birthright was given to the sons of Joseph, son of Israel, so that he is not listed in the family records according to birthright. Judah, in fact, became powerful among his brothers, so that the ruler came from him, though the birthright had been Joseph's. The sons of Reuben, the firstborn of Israel, were Hanoch, Palu, Hezron, and Carmi. His son was Joel, whose son was Shemaiah, whose son was Gog, whose son was Shimei, whose son was Micah, whose son was Reiah, whose son was Baal, whose son was Beerah, whom Tiglath-Pileser the king of Assyria took into exile. He was a prince of the Reubenites. His brothers who belonged to his clans when they were listed in the family records according to their descendants were Jael, the chief, and Zechariah, and Bela, son of Azaz, son of Shema, son of Joel. The Reubenites lived in Aroer and as far as Nebo and Baal-Meon. Toward the east they dwelt as far as the desert, which extends from the Euphrates River, for they had much livestock in the land of Gilead. During the reign of Saul they waged war with the Hagrites, and when they had defeated them, they occupied their tents throughout the region east of Gilead. The Gadites lived alongside them in the land of Bashan as far as Salekah. Joel was chief, Shepham was second in command, and Janai was judge in Bashan. Their brothers, corresponding to their ancestral houses, were Michael, Meshulam, Sheba, Jorai, Jachan, Ziah, and Eber, 7. These were the sons of Abihail, son of Hurai, son of Jaroah, son of Gilead, son of Michael, son of Jeshashai, son of Jado, son of Buz. Ahai, son of Abdiel, son of Gunai, was the head of their ancestral houses. They dwelt in Gilead, in Bashan and its towns, and in all the pasture lands of Sirion to the borders. All were listed in the family records in the time of Jotham, king of Judah, and of Jeroboam, king of Israel. The Reubenites, Gadites, and half-tribe of Manasseh were warriors, men who bore shield and sword, and who drew the bow, trained in warfare. 44,760 men fit for military service. When they waged war against the Hagrites and against Jetur, Naphish, and Nodab, they received help so that they mastered the Hagrites and all who were with them. For during the battle they called on God, and he heard them because they had put their trust in him. Along with 100,000 men they also captured their livestock, 50,000 camels, 250,000 sheep, and 2,000 asses. Many had fallen in battle, for victory is from God, and they took over their dwelling place until the time of the exile. The numerous members of the half-tribe of Manasseh lived in the land of Bashan as far as Baal-Hermon, Sinir, and Mount Hermon. The following were the heads of their ancestral houses: Epher, Ishai, Eliel, Azriel, Jeremiah, Hodaviah, and Jadiel. Men who were warriors, famous men, and heads over their ancestral houses. However, they offended the God of their fathers by lusting after the gods of the natives of the land, whom God had cleared out of their way. Therefore the God of Israel incited against them the anger of Pul, king of Assyria, and of Tiglath-Pileser, king of Assyria, who deported the Reubenites, the Gadites, and the half-tribe of Manasseh, and brought them to Helah, Habor, and Hara, and to the river Gozan, where they have remained to this day. The sons of Levi were Gershon, Kohath, and Merari. The sons of Kohath were Amram, Izhar, Hebron, and Uzziel. The children of Amram were Aaron, Moses, and Miriam. The sons of Aaron were Nadab, Abihu, Eleazar, and Ithamar. Eleazar became the father of Phinehas. Phinehas became the father of Abishua. Abishua became the father of Bukai.
Bukai became the father of Uzai. Uzai became the father of Zerahiah. Zerahiah became the father of Meraioth. Meraioth became the father of Amariah. Amariah became the father of Ahitub. Ahitub became the father of Zadok. Zadok became the father of Ahimaaz. Ahimaaz became the father of Azariah. Azariah became the father of Johanan. Johanan became the father of Azariah, who served as priest in the temple Solomon built in Jerusalem. Azariah became the father of Amariah. Amariah became the father of Ahitub. Ahitub became the father of Zadok. Zadok became the father of Shallum. Shallum became the father of Hilkiah. Hilkiah became the father of Azariah. Azariah became the father of Seraiah. Seraiah became the father of Jehozadak. Jehozadak was one of those who went into the exile which the Lord inflicted on Judah and Jerusalem through Nebuchadnezzar.